സ്പോർട്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന കുറച്ച് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജുകൾ പ്രൊഫൈലുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. മെസ്സേജുകളായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ കമാൻഡോ വിങ് സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് കഴിഞ്ഞിട്ടുള്ള ഫിസിക്കലും കഴിഞ്ഞിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. മെയിൻസിൽ ഫിസിക്കൽ ആരൊക്കെ പാസ്സായി എന്നുള്ളതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള കുറച്ച് റിസൾട്ടുകൾ കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് IRBയുടെ കാര്യത്തിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ഒരുപാട് പേര് സ്വപ്നം കണ്ടിരുന്ന ജോലിയാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ നമ്മുടെ കമാൻഡോ വിങ്ങിലേക്കുള്ള IRB. കാറ്റഗറി നമ്പർ 136/2022 എന്ന് പറയുന്ന ഈ ഒരു IRBയുടെ റിസൾട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് മെയിൻ ലിസ്റ്റ് ആണ്. ഒരുപാട് പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് IRB. ഏകദേശം 2300ഓളം ആൾക്കാർ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റുമായിട്ട് IRBക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റിനകത്ത് 1436 പേരും സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് 862 പേരും കൂടി ചേർന്നുകൊണ്ട് ആകെ മൊത്തത്തിൽ 2298 പേര്, ഏകദേശം 2300 ആൾക്കാരാണ് നമ്മുടെ IRBയുടെ കമാൻഡോ വിങ്ങിന്റെ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും 53 ആണ് കേട്ടോ. 53 മാർക്ക് വാങ്ങിച്ചവര് മെയിൻസിന് IRB മെയിൻസിന് പാസ്സായിട്ടുണ്ട്. അപ്പോൾ 53 മാർക്ക്, അപ്പോൾ മാർക്കിന്റെ റേഞ്ച് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി IRB മെയിൻസ്, നമ്മുടെ IRB റെഗുലർ വിങ്ങിന്റെ മെയിൻസ് മെയ് 3-ാം തീയതി നടക്കാനായിട്ട് പോവുകയാണ്. കട്ടക്കിരുന്ന് പഠിച്ചോ, ഇതുപോലൊരു മെയിൻ ലിസ്റ്റിൽ നമ്മുടെയൊക്കെ പേര് എന്ത് ചെയ്യണം, വരണം. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ആണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ 2 റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഫിസിക്കൽ മെഷർമെന്റ്, ഇത് കാറ്റഗറി നമ്പർ എന്ന് ശ്രദ്ധിക്കണം, 389/2019 എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറിനാണ് വന്നിട്ടുള്ളത്. ഫിസിക്കൽ മെഷർമെന്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കാറ്റഗറി 2 മിനിസ്റ്റീരിയൽ വിങ്ങിന്റെ ആണ്. അപ്പോൾ ഇതിന്റെ ഫിസിക്കൽ മെഷർമെന്റ് പാസ്സായവരുടെ എണ്ണമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പൊ ഈ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഈ ഒരു മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് 54 പേരാണ്. കാൻഡിഡേറ്റ്സിന് ഷോർട്ട് ലിസ്റ്റും 54 പേരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ലിസ്റ്റിനകത്ത് 54 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ തന്നെ സ്റ്റേറ്റ് വൈഡ് ട്രെയിനി ആയിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 388/2019 ആണ്. അപ്പോൾ ഈ ഇതിന്റെ ഒരു മെയിൻ ലിസ്റ്റ് നമുക്ക് കുറച്ചും കൂടി വലുതാണ് കേട്ടോ. വലിയൊരു മെയിൻ ലിസ്റ്റാണ് നമുക്കിവിടെ ഈ ഒരു സ്റ്റേറ്റ് വൈഡ് ട്രെയിനിക്കകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിതിന്റെ ബാക്കി കണ്ടല്ലോ എത്ര പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. മെയിൻ ലിസ്റ്റിനകത്ത് 2017 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് 1117 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് 3134 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് മെയിൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളവരുടെ മാർക്ക് കണ്ടല്ലോ 38.67 ആണ്. അപ്പോൾ വലിയ പ്രിലിംസ് കട്ട് ഓഫുകളിൽ നിന്നും മെയിൻസിന്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് 34, 38, 40 മാർക്കിനകത്ത് എന്ത് ചെയ്യുന്നു, കട്ട് ഓഫ് കുറയുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക. വരുന്ന റിസൾട്ടുകളിൽ നമുക്ക് ഇതുപോലത്തെ വിജയം വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ബാക്കി റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സർജന്റ് സ്റ്റേറ്റ് വൈഡ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിയം സൂ ഡിപ്പാർട്ട്മെന്റിന്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് 46.20 ആണ്. 46.20 ആണ്. അതുപോലെ തന്നെ സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചറിന്റെ തന്നെ കണ്ണൂർ ജില്ലയിലേതായിട്ടുള്ള ഇംഗ്ലീഷിന്റെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 87 ആണ്. കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 54.33 ആണ്. അതുപോലെ തന്നെ റിസർവ് വാച്ചറിന്റെ ലിസ്റ്റ് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. റിസർവ് വാച്ചറിന്റെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തിരുവനന്തപുരം ജില്ലയുടെ റിസർവ് വാച്ചറിന്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ള 48.94 ആണ് കേട്ടോ. 48.94 ആണ്. അപ്പോൾ എന്തായാലും ഈ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ലിസ്റ്റിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കുക. ആരെങ്കിലും ഒക്കെ ലിസ്റ്റിലുണ്ടെങ്കിൽ കമന്റുകളായിട്ട് പറയുക. നമുക്കും ഇത് തന്നെയാണ്, സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.